ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ജമ്മു കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണം 20 കവിഞ്ഞെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ. ടൂറിസ്റ്റുകൾക്ക് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉന്നതതല യോഗം വിളിച്ചു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുകയാണ്. ശ്രീജിത്ത്, ജമ്മു കശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ വളരെ അസാധാരണമായ ഒരു ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 20ഓളം പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് അറിയുന്നു. മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് ശ്രീജിത്ത്? ലക്ഷ്മി, തീർച്ചയായും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ അസാധാരണമായ ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സഞ്ചാരികൾക്ക് നേരെ, ടൂറിസ്റ്റുകൾക്ക് നേരെ ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് തന്നെ വളരെ അപൂർവമായ കാര്യമാണ്. അങ്ങനെ ഒന്നാണ് ഇന്നിപ്പോൾ കശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പഹൽഗാമിൽ സഞ്ചാരികൾക്ക് നേരെ, പ്രത്യേകിച്ചും ആഭ്യന്തര സഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഏതാണ്ട് 28ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ കശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് നേരെ വെടിവെപ്പുണ്ടാകുന്നു, മറ്റുള്ളവർ പരിക്കേറ്റ് രക്ഷപ്പെടുന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന വാർത്തകൾ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. ഏതാണ്ട് 20ലേറെ പേർ, 28ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളൊന്നും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുന്നില്ല. കേന്ദ്ര സർക്കാരും ജമ്മു കാശ്മീർ സർക്കാരും ഈ മരണസംഖ്യയെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ജില്ലാ ഭരണകൂടം അക്കാര്യത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ് ഇപ്പോഴും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വിവരം. പക്ഷേ 28ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് കശ്മീരിൽ നിന്ന് പ്രാദേശിക മാധ്യമങ്ങൾ വഴി. അതിനേക്കാളേറെ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും മരണസംഖ്യ ഉയരുമെന്ന് ഒഫീഷ്യലായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു മരണം മാത്രമാണ്. പക്ഷേ എന്നാലും മരണസംഖ്യ കൂടും എന്ന് തന്നെയാണ് ഇപ്പോൾ കശ്മീരിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികൾ, ഭീകരവാദികൾ സഞ്ചാരികൾക്ക് നേരെ അതിരൂക്ഷമായ വെടിവെപ്പ് നടത്തുകയായിരുന്നു. കാരണം പല റൗണ്ട് വെടിവെച്ചിരുന്നു. ആ വെടിവെപ്പിലാണ് ഇത്രയധികം മരണസംഖ്യയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അവിടെ ട്രക്കിങ്ങിലൂടെയും അല്ലെങ്കിൽ കുതിരപ്പുറത്തും നടന്നു മാത്രമാണ് ഈ പ്രദേശത്തേക്ക്, ഈ ബൈസാരൻ കുന്നിലേക്ക് സഞ്ചാരികൾക്ക് എത്താൻ കഴിയുക. പ്രാദേശികമായി ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. വിദേശ സഞ്ചാരികളും ആഭ്യന്തര സഞ്ചാരികളും എത്തുന്നൊരു പ്രദേശമാണിത്. ഇപ്പോൾ നമുക്കറിയാം കശ്മീരിലൊരു അവസ്ഥ, ജമ്മുവിലെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഏതാണ്ട് അവിടുത്തെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കിയ ശേഷം സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ആ പ്രദേശത്തേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര സഞ്ചാരികളും വിദേശ സഞ്ചാരികളും വളരെയധികം അവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ കുതിരപ്പുറത്തും നടന്നും ട്രക്കിംഗ് വഴിയുമാണ് ഈ പ്രദേശത്ത് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്ക് ധാരാളം സഞ്ചാരികൾ എത്തിയിരുന്നു. ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് സൈനിക വേഷത്തിലെത്തിയ തീവ്രവാദികൾ സഞ്ചാരികൾക്ക് നേരെ പല റൗണ്ട് വെടിവെക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇത് ആരാണ്, എന്താണെന്ന രൂപത്തിൽ ആർക്കും ഒന്നും മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് സൈന്യവും പ്രാദേശിക പോലീസും അടക്കമുള്ള ആളുകൾ ഈ കാര്യം അറിയുന്നത്. അവിടേക്ക് എത്തുമ്പോഴേക്കും വെടിയേറ്റവർ കൊല്ലപ്പെട്ടിരുന്നു, പല ആളുകൾക്കും പരിക്കേറ്റിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. സഞ്ചാരികളുടെ കുട്ടികൾക്കടക്കം പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയിലില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് നേരിട്ട് ജമ്മു കാശ്മീരിലേക്ക് പോകാനാണ് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വൈദേശിക രാജ്യത്തിൻ്റെ ആക്രമണത്തെ പലപ്പോഴും ഭയപ്പെടുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ ഇങ്ങനൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് ഈ പ്രദേശത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ ഇന്ന് തന്നെ അമിത്ഷാ അവിടെ ഈ പഹൽഗാമിലെ ഈ ബൈസാരൻ കുന്ന് സന്ദർശിച്ചേക്കും. അതോടൊപ്പം തന്നെ സൈന്യത്തോട് നൽകിയിട്ടുള്ള നിർദ്ദേശം കൂടുതൽ സൈനിക ക്യാമ്പിനെ അങ്ങോട്ടേക്ക് ഡിപ്ലോയ് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ സൈന്യം അവിടേക്ക് എത്തുന്നുണ്ട്. ഈ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിനു ശേഷം ജമ്മു കശ്മീരിൽ പൊതുവെ സ്ഥിതിഗതികൾ മാറി എന്നുള്ള ഒരു നറേറ്റീവാണ് പൊതുവെ ഉള്ളത്. അത് ഞാൻ 2 ആഴ്ച മുമ്പ് ആ പ്രദേശത്തൊക്കെ സന്ദർശിച്ച ആൾ കൂടിയാണ്. നമുക്ക് അവിടെ മുമ്പുള്ള ആ തരത്തിലുള്ള ഒരു പട്ടാള സുരക്ഷയോ പട്ടാളക്കാരുടെ എണ്ണമോ അത്ര കണ്ട് കാണാൻ കഴിയില്ല. അത്രയധികം ടൂറിസ്റ്റുകൾ എത്തുന്നു. ഇന്ത്യയിലെ വേറെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസും എന്ന പോലെ ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നു. അവിടെയുള്ള ആൾക്കാരാകട്ടെ ആ ടൂറിസവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതം പടുത്തുയർത്തുന്ന കാഴ്ചയൊക്കെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അത് BJP സർക്കാർ വലിയ നേട്ടമായി അവതരിപ്പിക്കുകയും രാജ്യത്ത് ചെയ്യുന്ന സമയത്താണ് ഈ ഭീകരാക്രമണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് പറയേണ്ടി വരും തോന്നുന്നു. കാരണം അവിടുത്തെ ടൂറിസം കൂടി, അവിടുത്തെ ഈ സമാധാന അന്തരീക്ഷം കൂടി തകർക്കുക എന്നത് ഈ ആക്രമണകാരികൾ, ഈ ഭീകരർ ലക്ഷ്യം വെച്ചിട്ടുണ്ടാകുമല്ലേ?
അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. കാരണം ഈ സഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വിദേശത്തു നിന്നും അല്ലെങ്കിൽ ആഭ്യന്തരവുമായും ഒക്കെ വരുന്ന സഞ്ചാരികൾ അവിടേക്ക് വരുന്നത്, പ്രത്യേകിച്ചും കശ്മീരിലേക്കും ജമ്മുവിലേക്കും വരുന്നതിലുള്ള കുറവുണ്ടാകും. അത് കശ്മീരിൻ്റെ ആഭ്യന്തര സഞ്ചാര ടൂറിസത്തേക്ക് ബാധിക്കുന്നതാണ്. എന്തായാലും ഇത് വലിയ രൂപത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രൂപത്തിൽ തന്നെയാണ് രാജ്യം കാണുന്നത്. ഇത് ഇക്കാര്യത്തിൽ തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ നിലപാടുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതിൽ അപലപിച്ചിട്ടുണ്ട്. കാര്യം രാജ്യം വളരെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കശ്മീരിലേക്ക് ലക്ഷ്മി തന്നെ സൂചിപ്പിച്ച പോലെ കശ്മീരിലേക്ക് ജമ്മുവിലേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കുറച്ചും കൂടി സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടായി എന്ന് ലോകത്തിനും രാജ്യത്തിനും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. വളരെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണമായിരുന്നു. അതും ഏതാണ്ട് സൈനിക വേഷത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ, അതും താഴ്വരയിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത് ഒരുപക്ഷെ കശ്മീരിൻ്റെ പാകിസ്ഥാനുമായും ചൈനയുമായും അഫ്ഗാനിസ്ഥാനുമായും ഒക്കെ അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സാധാരണഗതിയിൽ നുഴഞ്ഞുകയറ്റവും പോലീസും പട്ടാളവുമായി ഏറ്റുമുട്ടലും വെടിവെപ്പും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു മേഖലയിലേക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് ഈ രൂപത്തിൽ വലിയ ആക്രമണം, അതും സൈനിക വേഷത്തിലെത്തി ആക്രമണം നടത്തുക, സഞ്ചാരികൾക്ക് നേരെ പല റൗണ്ട് വെടിവെക്കുക, ഇതൊരു പക്ഷേ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായോട് അവിടേക്ക് പോകാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി രാജ്യത്തില്ലാത്തൊരു സമയത്ത് ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയെയും പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ലക്ഷ്മി തന്നെ സൂചിപ്പിച്ച പോലെ അവിടുത്തെ സഞ്ചാരത്തെയും അവിടുത്തെ ടൂറിസത്തെയും ഒക്കെ വലിയ രൂപത്തിൽ ബാധിക്കും. എന്തായാലും രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും ഇക്കാര്യത്തെ കണ്ടിട്ടുള്ളത്. തീവ്രവാദികളെ പിടികൂടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ സൈന്യത്തോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. പ്രദേശം പൂർണ്ണമായി ഇപ്പോൾ സൈന്യത്തിൻ്റെ കയ്യിൽ തന്നെയാണെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുട്ടികൾക്ക് നേരെ വരെ വെടിവെപ്പുണ്ടായിരിക്കുന്നു. സഞ്ചാരികളുടെ കുട്ടികളാണ്. അതിൽ മരണപ്പെട്ടവരിൽ ഒരാൾ കർണാടക സ്വദേശിയാണെന്ന് കൂടി ഒരു വിവരം കൂടി ഇപ്പോൾ നമുക്ക് നൽകാനുണ്ട്. കൂടുതലും രാജസ്ഥാനിൽ നിന്നുള്ള ആളുകളായിരുന്നു, സഞ്ചാരികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ട്രക്കിങ്ങും കുതിരപ്പുറത്തുള്ള ട്രക്കിംഗ് ആണ് അവിടെ പ്രധാനമായും, പ്രത്യേകിച്ചും ഈ ബൈസാരൻ മേഖലയിൽ കുതിരപ്പുറത്തുള്ള ട്രക്കിങ്ങും മലയോരത്തേക്ക് പോകുന്ന രൂപത്തിലാണ് അവിടുത്തെ ട്രക്കിംഗ് നടക്കുന്നത്. ആ പ്രദേശത്ത് സഞ്ചാരികൾക്ക് നേരെ നേർക്കുനേർ നിറയൊഴിക്കുകയായിരുന്നു. വളരെ അസാധാരണമായ രാജ്യത്ത് നടക്കുന്ന രൂപത്തിലുള്ള, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഈ സഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്, തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും ആക്രമണം ഉണ്ടാകുന്നത് അപൂർവമാണ്. ആ അപൂർവതയാണ് ഇപ്പോൾ രാജ്യത്തെ നടുക്കിക്കൊണ്ട്, ഇന്ത്യയെ നടുക്കിക്കൊണ്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇനി ഒരുപക്ഷെ അമിത്ഷാ നേരിട്ട് ഈ ബൈസാരൻ വാലിയിലേക്ക് എത്തുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെയെങ്കിൽ സൈന്യം ഒരുപക്ഷെ തിരിച്ചടിക്കാനുള്ള സാധ്യതകളുണ്ടാകും. എന്തായാലും ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയെയും ടൂറിസത്തെയും ഒക്കെ വലിയ രൂപത്തിൽ ബാധിക്കുന്ന ഒരു ചോദ്യചിഹ്നമായി തന്നെ മാറുന്ന ആക്രമണമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സഞ്ചാരികൾക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു നമ്മുടെ നാട്ടിലെല്ലാം കാണുന്ന പോലെ ഒരു ടൂറിസം പ്രദേശം, അവിടെ സഞ്ചാരികൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒരു മേഖലയിലേക്ക് ഭീകരവാദികൾ കടന്നു വരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ കശ്മീരിൻ്റെ വടക്കൻ മേഖലയിൽ പാകിസ്ഥാനുമായും ചൈനയുമായും അഫ്ഗാനിസ്ഥാനുമായും ഒക്കെ ബലൂചിസ്ഥാനുമായും ഒക്കെ അതിർത്തി പങ്കിടുന്ന മേഖലയല്ല ഇത്. കുറച്ചും കൂടി ഉൾപ്രദേശത്തേക്കാണ്. അവിടെ ടൂറിസ്റ്റുകൾക്ക് നേരെ, സഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് രാജ്യത്തിൻ്റെ സുരക്ഷയെ വലിയ രൂപത്തിൽ ബാധിക്കുന്നതായി വേണം കാണാൻ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ആ രൂപത്തിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. എന്തായാലും 28 പേരോളം കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ഭീകരവാദികളുടെ ആക്രമണത്തിൽ വെടിയേറ്റ് ഇന്ത്യയിൽ കൊല്ലപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ അസാധാരണവും ഭീതിജനകവുമായ ഒരു വാർത്തയായിട്ട് വേണം കാണാൻ. സർക്കാരും ആ രൂപത്തിൽ തന്നെയാണ് കാണുന്നത്. ലക്ഷ്മി, തീർച്ചയായും 2008 മുംബൈ ഭീകരാക്രമണ സമയത്താണ് നമ്മൾ ഇത് കണ്ടത്, ടൂറിസ്റ്റുകൾക്ക് നേരെയുള്ള ഒരു ആക്രമണം. പക്ഷേ ഇതിപ്പോൾ അതിലും വലിയ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ടൂറിസ്റ്റുകൾക്ക് നേരെ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മരണം 20 കവിഞ്ഞു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി കൂടി ഞെട്ടൽ തോന്നുന്നത്, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇതേ പോയിന്റിൽ ഈ കുതിരപ്പുറത്ത് കയറിയുള്ള യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമൊക്കെ കാണുമ്പോൾ അവിടെ അത്രയധികം ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരിടമാണ്. എന്തെങ്കിലും ഒരു സുരക്ഷാ പ്രശ്നമുള്ളതായി നമുക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ തോന്നുകയില്ല. അങ്ങനെ ഒരിടത്താണ് ഇതാ വെടിവയ്പുണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവിടെ എത്രത്തോളം ആളുകൾ സ്വതന്ത്രരായി സഞ്ചരിച്ചിരുന്ന സ്ഥലമാണെന്ന്. അങ്ങനെ കഫേകളും അങ്ങനത്തെ ചായക്കടകളും ചെറിയ സ്ട്രീറ്റ് ഷോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന, അങ്ങനത്തെ ഫുഡൊക്കെ ചായയൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇങ്ങനെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഏതായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടേക്ക് ശ്രീനഗറിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്നും വരാനുണ്ട്. അത് വരുന്ന മുറയ്ക്ക് നമുക്കതിലേക്ക് തിരിച്ചെത്താം.